മോർണിംഗ് ടാസ്ക് കൊടുത്തതായിരുന്നു പി ആറിനെ പറ്റി സംസാരിക്കാനായിട്ട്. അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മുഖഭാവവും കണ്ടിട്ട് തോന്നുന്നത് എല്ലാവർക്കും പി ആറിനെ ഏൽപ്പിച്ചിട്ടാണ് എല്ലാവരും പോയതെന്ന് നമുക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലാവും. പക്ഷേ ബിന്നി പറയുന്ന കാര്യമാണ് അവിടെ ഫോക്കസ് ആയിട്ടുള്ളത്. കാരണം ബിന്നി പറയുന്നുണ്ട് 16 ലക്ഷത്തിന് അനുമോള് പി ആർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അനുമോള് പറഞ്ഞിട്ടുണ്ട്, അനുമോള് ബിന്നിനോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. ഇതിൽ വിശ്വസിക്കാൻ പറ്റാത്ത രണ്ട് കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുമോളും ബിന്നിയും വലിയൊരു കമ്പനി എന്നൊന്നും അവിടെ പറയാനില്ല. അനുമോള് അതില നൂറ് അവരാണ് ഒരു സെറ്റായിട്ടുള്ളത്. അപ്പം ഇവർ പോയ അന്ന് മുതൽ 2 ഗ്രൂപ്പായിട്ടാണുള്ളത്. അപ്പോൾ ഒരിക്കലും എഗെയിൻസ്റ്റ് എല്ലാം മറ്റേ ഗ്രൂപ്പിലുള്ള ആളുമായിട്ട് എന്തായാലും അനുമോൾ ഈ ഒരു കാര്യം ഷെയർ ചെയ്യാൻ ചാൻസ് തീരെ കുറവാണ്. അപ്പം ഇത് ചിലപ്പം ബിന്നീൻ്റെ ഹസ്ബൻഡ് വന്നപ്പം ബിന്നീനോട് പറഞ്ഞ കാര്യങ്ങളായിരിക്കാം ബിന്നി പറയുന്നത്. പക്ഷേ ബിന്നി പറയുന്നുണ്ട് ഞാൻ അവിടെ ഇന്ന സ്ഥലത്ത് ഇന്ന കോർണറിൽ ഇരുന്നിട്ടാണ് പറയുന്നത് എന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിന്നി പറയുമ്പോൾ ഇപ്പം നമ്മൾ ചെയ്യാത്തൊരു സംഗതിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലോണം ഭയങ്കരമായിട്ട് നമ്മളതിനെ എതിർക്കും, ഭയങ്കര പ്രശ്നങ്ങൾ നമ്മൾ ഉണ്ടാക്കും. നമ്മൾ ചെയ്യാത്ത ഒരു കാര്യമാണ് പറയുന്നതെങ്കിൽ. പക്ഷേ അനുമോൾ അത് ഫസ്റ്റ് തുടങ്ങും പറഞ്ഞ് എനിക്ക് പി ആർ അമ്മ സത്യം ഞാനത് ചെയ്തിട്ടില്ല എന്നുള്ളത്. പക്ഷേ പിന്നെ പറഞ്ഞാൽ ഞാൻ കൊടുത്തിട്ടാണ് വന്നത്, എല്ലാവർക്കും പി ആർ ഉണ്ട്, അപ്പാനിക്ക് പി ആർ ഉണ്ട്, എല്ലാവർക്കും പി ആർ ഉണ്ട്. അപ്പോൾ പി ആർ ഇവിടെ വരുമ്പോൾ പി ആർ വേണമെന്നാണ് പറയുന്നത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് അമ്മ സത്യം എന്ന് പറഞ്ഞ ആൾ പിന്നെ പെട്ടെന്ന് ട്രാക്കിലേക്ക് മാറി. അപ്പം കൊടുത്തിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത്. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നഖശിതാന്തം എതിർക്കേണ്ടതാണല്ലോ ബിന്നി പറയുമ്പോഴേ. പിന്നെ അവിടെ വന്ന് ഒട്ടുമിക്ക ആൾക്കാർക്കും പി ആർ ഉണ്ട്. പക്ഷേ ഇവർ പി ആറുമായിട്ട് വരുമ്പോൾ നല്ലോണം എഫേർട്ട് ഇട്ട് ടാസ്കൊക്കെ കളിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, നല്ലോണം ഗെയിമൊക്കെ കളിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരവിടെ ഇടുന്ന എഫേർട്ടിന് ഒരു കാര്യവും ഇല്ലാതാവും. കാരണം ഇവർ ഈ പി ആറും കൊടുത്ത് വന്നിട്ട് ഇവരെ ജയിപ്പിക്കാൻ പുറത്തെ ആൾക്കാരുണ്ടല്ലോ. അപ്പം എന്താണ് ഈ ഒരു ഗെയിം കൊണ്ട് അർത്ഥമാക്കണമെന്നുള്ളത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം കുറേ വോട്ട് കെട്ടി ജയിപ്പിക്കുന്നതിനേക്കാളും കണ്ടസ്റ്റൻ്റ് ഇടുന്ന എഫേർട്ടിനനുസരിച്ച് അവരവിടെ നിർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വന്ന അനുമോളല്ല ഇപ്പം നമ്മൾ കാണുന്നത്. വളരെ മോശമായിട്ടുള്ളൊരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്വഭാവമൊക്കെ പറ്റൊരു മോശമാണ്. കാരണം അനുവിൻ്റെ ഏറ്റവും ബാഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഭക്ഷണം എടുക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അതിന് കണക്ക് പറയൽ. കാരണം അനു അവിടെയുള്ള എല്ലാവരും പറയുന്നത് നല്ലൊരു കുക്കാണ് എന്നാണ്. അപ്പം ഈ നല്ലൊരു കുക്കാണെന്നുള്ളത് അനുവിന് അതൊരു ഭയങ്കര ഒരു ക്രെഡിറ്റ് ആയിട്ടാണ് അനു കൊണ്ട് നടക്കുന്നത്. അപ്പം ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ അനു ഭയങ്കര ചീപ്പ് ഷോ ആണ് കാണിക്കുന്നത്.